all, welcome to Xylem Technical Exams. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കലിലെ വളരെ ബേസിക് ആയിട്ടുള്ള പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റെസിസ്റ്റൻസ്. എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസിന് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ? ഒരു കണ്ടക്ടറിലൂടെ കുറെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇലക്ട്രോൺസ് ഒരു മെറ്റീരിയലിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ മെറ്റീരിയലിന്റെ ഉള്ളിലുള്ള ആറ്റംസും മോളിക്യൂൾസും ഒക്കെ ഇതിന്റെ ഫ്ലോന് എന്ത് ചെയ്യും, ഒരു ഒബ്സ്ട്രക്ഷൻ കൊടുക്കും. ആ ഒബ്സ്ട്രക്ഷൻ ആണ് ശരിക്കും നമ്മൾ റെസിസ്റ്റൻസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെസിസ്റ്റൻസിനെ സാധാരണയായിട്ട് നമ്മൾ R എന്നുള്ള ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്തായിരുന്നു? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, അല്ലെ? ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. അത് നമ്മൾ ഈ ഒരു സിമ്പൽ വെച്ചിട്ടാണ് കാണിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസിന് നമ്മൾ എങ്ങനെയാണ് ഒരു സർക്യൂട്ടിൽ നമ്മൾ റെസിസ്റ്റൻസിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇങ്ങനെയായിരുന്നില്ലേ നമ്മൾ സർക്യൂട്ടിൽ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന സമയത്ത്, ഒരു കണ്ടക്ടറിന് റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? അതായത് ഈ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഒബ്സ്ട്രക്ഷൻ ഉള്ളത് കാരണം ഈ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലെ ഇലക്ട്രോൺസിന് എന്തുണ്ടാവും, ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ഈ ഇലക്ട്രിക് ഫ്രിക്ഷൻ, ഈ റെസിസ്റ്റൻസ് കാരണം അവിടെ ഒരു ഇലക്ട്രോൺസിന് ഒരു ഇലക്ട്രിക് ഫ്രിക്ഷൻ ഉണ്ടായിട്ട് അവിടെ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും? ഈ ഫ്രിക്ഷൻ കാരണം നമുക്ക് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഇലക്ട്രോൺസിന്റെ കൊളിഷൻ, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് തമ്മിൽ കൊളൈഡ് ചെയ്യും. അപ്പോൾ ഡ്യൂറിങ് കൊളിഷൻ ദ ഇലക്ട്രോൺസ് ലൂസസ് എനർജി. ഈ എനർജി, ഈ ലോസ് ഓഫ് എനർജിയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദാറ്റ് റെസിസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് കാരണം നമുക്ക് ഹീറ്റ് ഫോമിൽ എനർജി ഡിസിപ്പേഷൻ ഉണ്ടാവുന്നുണ്ട്, വോൾട്ടേജ് ഡ്രോപ്പും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അടുത്തത് ഇന്റർനാഷണൽ ഓം. എന്താണ് ഇന്റർനാഷണൽ ഓം എന്ന് പറഞ്ഞാൽ? പണ്ട് കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു ടേമാണ് ഈ ഇന്റർനാഷണൽ ഓം. ഇപ്പൊ നമ്മൾ എന്താ പറയാറുള്ളത്? SI ഓം എന്നാണ് പറയാറുള്ളത്. അപ്പൊ എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്? ഈ ഇന്റർനാഷണൽ ഓം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഓം റെസിസ്റ്റൻസ് ഓഫ് എ കോളം ഓഫ് മെർക്കുറി. ഒരു മെർക്കുറിയുടെ ഒരു കോളത്തിനെ റെഫർ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിരുന്ന യൂണിറ്റ് ആയിരുന്നു ഇന്റർനാഷണൽ ഓം. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഇന്റർനാഷണൽ ഓം എന്ന് പറഞ്ഞാൽ ഏത് കോളത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. മെർക്കുറി, സിൽവർ, കോപ്പർ, ഇതൊക്കെ ഓപ്ഷൻസിൽ ഉണ്ടാവും. അപ്പോൾ ഇന്റർനാഷണൽ ഓം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് എ കോളം ഓഫ് മെർക്കുറി ഓഫ് മാസ് 14.4521 grams, a constant cross-sectional area and 106.3 centimeter in length at a മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ്. അതായത് ടെമ്പറേച്ചർ, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസിലെ ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു കോളം ഓഫ് മെർക്കുറി, എത്ര വെയിറ്റ് ഉള്ള കോളം ഓഫ് മെർക്കുറി? 14.4521 gram വെയിറ്റ്, മാസ് ഉള്ള ഒരു മെർക്കുറിയുടെ കോൺസ്റ്റന്റ് ക്രോസ് സെക്ഷണൽ ഏരിയയുമുള്ള ഒരു മെർക്കുറി കോളത്തിന്റെ 106.3 സെന്റിമീറ്റർ ലെങ്ത്തിലും ഉള്ള സമയത്തുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ ഓം എന്ന് പറയാറുള്ളത്. ഇന്റർനാഷണൽ ഓം ഏകദേശം 1908 നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ ഇന്റർനാഷണൽ സിസ്റ്റം ഈസ് ഓൾഡർ എക്സ്പെരിമെന്റൽ സെറ്റ് ഓഫ് യൂണിറ്റ്. ഓക്കെ, ഓൾഡർ എക്സ്പെരിമെന്റൽ സെറ്റ് ഓഫ് യൂണിറ്റ് ആണ്. ഇപ്പൊ നമ്മളത് തീരെ ഉപയോഗിക്കാറില്ല. ഇപ്പൊ നമ്മൾ പറയാറുള്ളത് മുഴുവൻ എന്താണ്? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള SI ഓം ആണ്. ഓക്കെ, SI ഓമോ ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താന്ന് വെച്ചാൽ 1 ഇന്റർനാഷണൽ ഓം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1.00049 SI ഓമിന് ഈക്വൽ ആയിട്ടാണ് വരിക. അപ്പൊ ഈ ഇന്റർനാഷണൽ ഓമിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇന്റർനാഷണൽ ഓം ഏത് മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ കോളം ഓഫ് മെർക്കുറിയെ റെഫർ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്? ഈ ഇന്റർനാഷണൽ ഓം എന്നുള്ള ടേം. അത് നമ്മൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ ഉള്ള SI ഓം ആകെ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ലെങ്ത്, പിന്നെ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ. അപ്പോൾ മെറ്റീരിയലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ SI ഓം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്റർനാഷണൽ ഓമിനെ കുറിച്ചും ഒന്ന് അറിഞ്ഞു വെക്കാം.
പിന്നെ വരുന്നത് നമുക്ക് എന്താണ്, റെസിസ്റ്റൻസിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ആണ്. എന്തൊക്കെയാണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഈ ഫാക്ടേഴ്സിനൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോ ഓഫ് റെസിസ്റ്റൻസ് എന്നും പറയുന്നത്. അപ്പോൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസിസ്റ്റൻസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് റെസിസ്റ്റൻസ് പ്രകാരം ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് എന്തിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞാൻ ഒരു കണ്ടക്ടറിന്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഈ കണ്ടക്ടറിന്റെ ഈ ഒരു പീസിന്റെ ലെങ്ത് L ആണെന്ന് വിചാരിക്കുക. ഈ ഒരു പീസിന്റെ ലെങ്ത് ആണ് L. വിസിബിൾ ആണോ നിങ്ങൾക്ക്? ഇതിന്റെ ലെങ്ത് L ആണ്. പിന്നെ ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഈ ഒരു പോർഷന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണെന്ന് നമ്മൾ എടുത്തു. പിന്നെ ഈ മെറ്റീരിയൽ കോപ്പർ ആവാം, സിൽവർ ആവാം, ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി റോയും ആണെങ്കിൽ നമുക്ക് ഈ റെസിസ്റ്റൻസ്, ഈ ഒരു പീസിന്റെ റെസിസ്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും നോക്കിയാലോ. അപ്പൊ ലോ ഓഫ് റെസിസ്റ്റൻസ് പ്രകാരം ഈ ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത്. ക്ലിയർ? അതായത് നമ്മൾ ചെറിയൊരു പീസ് കണ്ടക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ 5 സെന്റിമീറ്റർ ഉള്ള ഒരു കണ്ടക്ടർ ഞാൻ എടുത്തു, അതിന്റെ റെസിസ്റ്റൻസ് നോക്കി. ഇനി അതേ മെറ്റീരിയൽ കൊണ്ടുള്ള 10 സെന്റിമീറ്ററിന്റെ ഒരു മെറ്റീരിയൽ, 10 സെന്റിമീറ്ററിന്റെ അതേ സെയിം വയറിന്ന് നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും, ഈ 5 സെന്റിമീറ്റർ ഉള്ള സമയത്തുള്ളതിനേക്കാളും കൂടുതലായിരിക്കും. അതായത് ഈ കണ്ടക്ടറിന്റെ ലെങ്ത് കൂടി വരും തോറും അതിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് കൂടി വരും. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത്. അതാണ് ലോസ് ഓഫ് റെസിസ്റ്റൻസിലെ ആദ്യത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് റെസിസ്റ്റൻസും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും തമ്മിലുള്ള ബന്ധം എന്നാ. അപ്പോൾ ഈ ലോ ഓഫ് റെസിസ്റ്റൻസ് പ്രകാരം റെസിസ്റ്റൻസ് എപ്പോഴും ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിട്ടാണ് വരിക. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ കൂടുന്തോറും റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും അല്ലെ. അതിനല്ലേ നമ്മൾ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു തിക്ക് വയറുണ്ട് എൻ്റെ കയ്യിൽ ഒരു തിക്കായിട്ടുള്ള ഒരു കണ്ടക്ടർ ഉണ്ട്, നല്ല കട്ടിയുണ്ട്. ആ വയറിന്റെ റെസിസ്റ്റൻസ് ഞാൻ മെഷർ ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അതിന്റെ പകുതി മാത്രം, നല്ല മെലിഞ്ഞ ഒരു വയർ എടുത്തിട്ട് അതിന്റെ പകുതി മാത്രം വണ്ണുള്ളൊരു വയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ മെലിഞ്ഞ വയറിന്റെ റെസിസ്റ്റൻസ് തിക്കായിട്ടുള്ള വയറിന്റെ റെസിസ്റ്റൻസിനേക്കാളും കൂടുതലായിരിക്കും. കാരണം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും തോറും റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കൂടാൻ തുടങ്ങും. ക്ലിയർ? അപ്പോൾ എപ്പോഴും മെലിഞ്ഞ വയറുകൾക്കായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, റെസിസ്റ്റൻസ് കൂടുതലുണ്ടാവുക. സെയിം ലെങ്ത്തിലുള്ള 2 സൈസിലുള്ള വയറുകൾ എടുക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് എന്താണ്, തിൻ മെറ്റീരിയലിനാണ് എന്തുണ്ടാവുക, റെസിസ്റ്റൻസ് കൂടുതലുണ്ടാവുക. അപ്പോൾ റെസിസ്റ്റൻസും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും തമ്മിൽ എങ്ങനെയാണ്, ഇൻവേഴ്സ്ലി റിലേറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയാം. പിന്നെ വരുന്നത് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് മെറ്റീരിയൽ. ഈ നേച്ചർ ഓഫ് മെറ്റീരിയൽ പെടുന്ന ആ വാക്കാണ് നമ്മളുടെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കോപ്പറിന്റെ പീസ് എടുത്ത് നോക്കുകയാണെങ്കിലും ആ സെയിം ഡയമീറ്ററിലും സെയിം ലെങ്ത്തിലുള്ള ഒരു അലൂമിനിയത്തിന്റെ പീസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും എന്തുണ്ടാവും, റെസിസ്റ്റൻസിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം ഓരോ മെറ്റീരിയൽസിനും ഓരോ പ്രോപ്പർട്ടിയാണുള്ളത്. ആ ഓരോ മെറ്റീരിയലിന്റെയും റെസിസ്റ്റൻസ് പ്രോപ്പർട്ടിയെ, അതായത് ഓരോ മെറ്റീരിയലും ഓരോ തരത്തിലാണ് ഈ ഇലക്ട്രോൺ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് എന്താണ്, ഓരോ മെറ്റീരിയലും ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് കൊടുക്കുന്ന ഒപ്പോസിഷനെയാണ് ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? അത് കോപ്പറിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. അലൂമിനിയം എടുക്കുകയാണെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ റേറ്റിലാണ് അത് ഇലക്ട്രോൺസിനെ ഒപ്പോസ് ചെയ്യുക. അപ്പോൾ ഓരോ മെറ്റീരിയലിനും എന്തായിരിക്കും, ഓരോ തരത്തിലുള്ള റെസിസ്റ്റിവിറ്റികളാണ് ഉണ്ടാവുക. റെസിസ്റ്റിവിറ്റിയെ നമ്മൾ റോ എന്നാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ നേച്ചർ ഓഫ് മെറ്റീരിയലിനെയും ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റിവിറ്റി കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടി വരും. അപ്പോൾ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും എങ്ങനെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നു, റെസിസ്റ്റൻസ് R ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റെസിസ്റ്റിവിറ്റി റോ. ഓക്കെ അല്ലേ? ഇനി നാലാമത്തെ പോയിന്റ് എന്താണ്, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ് എപ്പോഴും അത് എത്ര ടെമ്പറേച്ചറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ചിലപ്പോൾ കൂടാം, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ റെസിസ്റ്റൻസ് കുറയാം. അത് നമ്മൾ ഓരോ മെറ്റീരിയലും, ഇപ്പോൾ കണ്ടക്ടേഴ്സ് ആണെങ്കിലും ഇൻസുലേറ്റേഴ്സ് ആണെങ്കിലും സെമി കണ്ടക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും അത് ഡിഫറെൻറ്റ് തരത്തിലാണ് വരുന്നത്. അത് നമുക്ക് ആ ഒരു പോയിന്റ് പറയുന്ന സമയത്ത് പറയാം. അപ്പോൾ എന്തായാലും ടെമ്പറേച്ചർ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ 4 പോയിന്റ്സ് ആണ് നിങ്ങൾ എവിടെ ഓർത്ത് വെക്കേണ്ടത്? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസിസ്റ്റൻസിൽ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവരെല്ലാവരും കൂടി മിക്സ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ആദ്യത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ആദ്യത്തെ പോയിന്റിൽ നമ്മൾ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ നമുക്ക് ഇവരെ രണ്ടുപേരെയും കൂടി കണക്ട് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ബൈ ഏരിയ എന്ന് പറഞ്ഞൂടെ അല്ലെ? റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ബൈ ഏരിയ എന്ന് പറയാം. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ കൊടുക്കുന്ന കോൺസ്റ്റന്റ് ആണ് ശരിക്കും ആര്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ R ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് കിട്ടിയില്ലേ? ഇതാണ് ലോ ഓഫ് റെസിസ്റ്റൻസ് ഒബേ ചെയ്തിട്ടുള്ള, ലോ ഓഫ് റെസിസ്റ്റൻസ് പ്രകാരമുള്ള റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പല സമയത്തും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഇത് നല്ല രീതിയിൽ പഠിച്ചു വെക്കാം. റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഇനിയിപ്പോൾ നമ്മൾ സർക്കുലാർ കണ്ടക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെയും എഴുതാം? സർക്കുലാർ കണ്ടക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ എഴുതാം റോ എൽ ബൈ പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, റോ എൽ ബൈ പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? റോ എൽ ബൈ പൈ ഡി സ്ക്വയർ ബൈ 2 എന്ന് എഴുതിക്കൂടെ? ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് കണ്ടക്ടർ. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്ററിന്റെ പകുതിയല്ലേ റേഡിയസ് ഉണ്ടാവുക. അപ്പോൾ ഓവൽ ഷേപ്പിൽ അല്ല സർക്കുലർ ഷേപ്പിലുള്ള കണ്ടക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് റോ എൽ ബൈ പൈ ആർ സ്ക്വയർ പറയാം. അതല്ലെങ്കിൽ ഡയമീറ്റർ ആണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? റോ എൽ ബൈ പൈ ഡി സ്ക്വയർ ബൈ 4 വരും അല്ലേ? പൈ ആർ എന്ന് പറഞ്ഞാൽ ഡി ബൈ 2 ആണ്. അപ്പോൾ ഇവിടെയും സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റോ എൽ ബൈ പൈ ഡി സ്ക്വയർ ബൈ 4 എന്ന് പറയാം. ഇതൊക്കെ എന്താണ്? നമ്മളുടെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻസ് ആണ്. ഇതൊക്കെ വെച്ചിട്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഇക്വേഷൻസ് മുഴുവൻ എന്ത് ചെയ്യാം? ഓർത്ത് വയ്ക്കാം. അടുത്തത് എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു ഈ റെസിസ്റ്റൻസ് പറയുന്ന കൂട്ടത്തിൽ നാച്ചർ ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയാമെന്ന് പറഞ്ഞു അല്ലെ? അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനിഷനും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് റെസിസ്റ്റിവിറ്റിയുടെ മറ്റൊരു പേര് കണ്ടോ? സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റിവിറ്റിനെ തന്നെയാണ് നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതെന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ആസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ 1 meter length of conducting material having cross sectional area of 1 meter square. അതായത് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പീസ് നമ്മളിപ്പോൾ ഒരു കോപ്പറിന്റെ 1 meter ലെങ്ത് നമ്മൾ എടുത്തു. അതിന്റെ ഏരിയ ഞാൻ ഒരു കോപ്പർ കണ്ടക്ടർ എടുത്തു. ഓക്കെ, എൻ്റെ കയ്യിലൊരു കോപ്പർ കണ്ടക്ടർ ഉണ്ട്. ഈ കോപ്പർ കണ്ടക്ടറിന്റെ ലെങ്ത് വരുന്നത് 1 meter ആണ്. ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വരുന്നത് 1 meter സ്ക്വയർ ആണ്. അപ്പോൾ 1 meter ലെങ്ത്തും 1 meter സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള ഒരു മെറ്റീരിയൽ തരുന്ന റെസിസ്റ്റൻസ് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പർ 1 മീറ്റർ നീളത്തിലുള്ള ഒരു കോപ്പർ എടുത്തു. അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 meter സ്ക്വയർ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ എത്ര റെസിസ്റ്റൻസ് കിട്ടുന്നോ ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമ്മൾ ഇപ്പോൾ 1 മീറ്ററിനാണ് ഇതിന് ഇത്ര റെസിസ്റ്റിവിറ്റി ഉള്ളത്. ഇനി നമ്മൾ അതിന്റെ 10 മീറ്റർ എടുത്താലും 20 മീറ്റർ എടുത്താലും ഈ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ സെയിം തന്നെയല്ലേ? കാരണം റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അത് 1 meter സ്ക്വയർ ഏരിയ ക്രോസ് സെക്ഷനിൽ 1 meter ലെങ്ത് എടുക്കുന്ന സമയത്തുള്ള വാല്യൂ അതെപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ ഓരോ മെറ്റീരിയലിനും ഇപ്പോൾ കോപ്പർ ആണെങ്കിൽ കോപ്പറിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ ഉണ്ടാവും. അലൂമിനിയത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ ഉണ്ടാവും. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ആൾ എപ്പോഴും എന്താണ്? റെസിസ്റ്റിവിറ്റി എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ്. അത് മെറ്റീരിയൽ ഏതാണോ അതിനനുസരിച്ചിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ ഡെഫിനിഷൻ ആണ് ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ 1 meter ലെങ്ത് ഓഫ് എ കണ്ടക്ടിങ് മെറ്റീരിയൽ ഹാവിംഗ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് 1 meter സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി അതല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിക്ക് മറ്റൊരു ഡെഫിനിഷനും കൂടിയുണ്ട്. ആ മറ്റൊരു ഡെഫിനിഷൻ ഒരു ക്യൂബിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഞാനിവിടെ എന്തെടുത്തു? 1 meter, എല്ലാ സൈഡും 1 meter ലെങ്ത് ഉള്ള ഒരു ക്യൂബിനെ എടുത്തു. അപ്പോൾ അതിന്റെ വോളിയം എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും 1 meter ക്യൂബ് ആയിരിക്കും അല്ലെ? അപ്പോൾ 1 meter ക്യൂബ് ഉള്ള ഒരു ബ്ലോക്കിന്റെ റെസിസ്റ്റൻസിനെയും നമുക്ക് എന്ത് പറയാം? അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. അപ്പോൾ ആ ഒരു ടേമിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് എ യൂണിറ്റ് ക്യൂബ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ.
അതായത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ യൂണിറ്റ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് 1 മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ എല്ലാ വശവും 1 മീറ്റർ ലെങ്ത് വരുന്ന ഒരു ക്യൂബിനെയാണ് നമ്മൾ എന്ത് പറയാം, ഒരു യൂണിറ്റ് ക്യൂബ് എന്ന് പറയാം. അപ്പോൾ ആ യൂണിറ്റ് ക്യൂബിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഫേസുകൾ, ഓപ്പോസിറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് ഇവിടെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഫേസ് ഇതിന്റെ അപ്പുറത്തല്ലേ വരാം അല്ലെ. അപ്പൊ ഈ ഓപ്പോസിറ്റ് ഇനിയിപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഫേസും തമ്മിൽ അതിനിടയ്ക്കുള്ള റെസിസ്റ്റൻസ് നോക്കാം. അങ്ങനെ ഒരു യൂണിറ്റ് ക്യൂബിന്റെ ഇപ്പോൾ ഒരു കോപ്പറിന്റെ ഒരു യൂണിറ്റ് ക്യൂബ് ഞാൻ എടുത്തു, അതായത് എല്ലാ സൈഡും 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ക്യൂബ്, ഒരു കോപ്പർ ക്യൂബ് എൻ്റെ കയ്യിലുണ്ട്. ആ ക്യൂബിന്റെ ഈ സൈഡിലും ആ സൈഡിലും ഓരോ ലീഡുകൾ വെച്ചിട്ട് ഞാൻ അവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കി. അപ്പോൾ എനിക്ക് കിട്ടുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണോ അതായിരിക്കും ആ ഒരു കോപ്പറിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ആ ഒരു രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്പെസിഫിക് റെസിസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്യാം. അപ്പൊ ഈ രണ്ട് ഡെഫിനിഷൻസും ഓർത്ത് വെക്കുക. നമ്മളോട് ക്വസ്റ്റ്യൻ വരാറുള്ളത്, ഒരു തവണ PSC ചോദിച്ചത് എന്താന്ന് വെച്ചാൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ നമ്മളോട് ചോദിച്ചത് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് എ യൂണിറ്റ് ക്യൂബ് ഓഫ് എ മെറ്റീരിയൽ ഈസ് നോൺ ആസ് എന്ന് പറഞ്ഞു ചോദിച്ചു. അപ്പൊ നമുക്ക് ആൻസർ എന്താ വരാം, ഇറ്റ് ഈസ് നോൺ ആസ് ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇനി അതോ അല്ലെങ്കിൽ നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവാൻ എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു റോ L/A എന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലെ. റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു റോ L/A ആണ്. ലെങ്ത് 1 മീറ്ററും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ ഉള്ള ഒരാൾക്ക് ഈ റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു റോ എന്ന് വരില്ലേ അല്ലെ. അപ്പൊ അത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞത്. 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഉള്ള കണ്ടക്ടറിന് എത്രയാണോ റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിന്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു റോ L/A ആണ്. ഇനിയിപ്പോൾ നമുക്ക് റോ കണ്ടുപിടിക്കണമെങ്കിൽ റോ ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് R ഇൻറ്റു A/L എന്നല്ലേ വരാം അല്ലെ. റെസിസ്റ്റൻസ് R ഇൻറ്റു A/L എന്നാണ് വരിക. അപ്പോൾ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ് അല്ലെ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്റെ യൂണിറ്റ് എന്താ വരിക, ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ അല്ലേ വരിക. ഇനി ലെങ്ത്തിന്റെ യൂണിറ്റോ, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ എന്നും വരും. അപ്പം നമ്മൾ ഇവിടെ ഒരു മീറ്ററിനെയും ഇവിടെ ഒരു മീറ്റർ സ്ക്വയറിനെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് കിട്ടി, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണെന്ന് വരാം. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് ചോദിക്കാറുണ്ട്. മറന്നു പോകരുത്, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ. അത് വന്നത് എങ്ങനെയാണെന്നും ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആള്. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്താണെന്ന് ക്ലിയർ ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കുറച്ച് ചെറിയ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ എന്ത് നോക്കാൻ പോവാണ്, റെസിസ്റ്റിവിറ്റി വാല്യൂ നോക്കാൻ പോവാണ്. അപ്പോൾ റെസിസ്റ്റിവിറ്റി വാല്യൂ അറ്റ് റൂം ടെമ്പറേച്ചർ, റെസിസ്റ്റിവിറ്റി ചില മെറ്റീരിയൽസിന്റെ റെസിസ്റ്റിവിറ്റി നമ്മളോട് ചോദിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബിൾ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ് കോപ്പർ, ഒന്ന് കോപ്പറാണ്, കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ടേബിൾ റൂം ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂസ് ആണ് കേട്ടോ. റൂം ടെമ്പറേച്ചറുള്ള വാല്യൂസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് 23 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂസിന്റെ ടേബിൾ കാണാം, 20 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂസ് ഉള്ള ടേബിൾ കാണാം. അപ്പോൾ അതിലൊക്കെ സ്ലൈറ്റ് ചേഞ്ചസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളിപ്പോൾ റൂം ടെമ്പറേച്ചറിൽ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ പറയുകയാണെങ്കിൽ കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി, കോപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെറ്റൽ ആണല്ലോ അല്ലെ. മെറ്റൽ അല്ലെങ്കിൽ കോപ്പർ എന്താണ്, ഒരു കണ്ടക്ടർ ആണ്. അപ്പോൾ അതിന്റെ റെസിസ്റ്റിവിറ്റി വരുന്നത് 1.7 ഇൻറ്റു 10⁻⁻8 ഓം മീറ്റർ ആണ് കേട്ടോ. അപ്പോൾ 1.7 ഇൻറ്റു 10⁻⁻8 ഓം മീറ്റർ ആണ് വരുന്നത്. ഇനിയിപ്പോൾ വേറൊരു ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെന്താണ് 1.68 ഇൻറ്റു 10⁻⁻8 എന്നും പറയാം. അതിനെ റൗണ്ട് ചെയ്തിട്ട് 1. അപ്പോൾ ഈ ഒരു റേഞ്ച് ഓർത്ത് വെച്ചാൽ മതി. 1.7 അടുത്ത് കിടക്കുന്ന ആൻസർ ഏതാന്ന് നോക്കുക. അപ്പോൾ 1.68 ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് അവിടുത്തെ റേഞ്ച് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ കോപ്പറിന്റെ റേഞ്ച് ഏകദേശം വരുന്നത് 1.7 ഇൻറ്റു 10⁻⁻8 ആണ്. അയൺ ആണെങ്കിൽ അത് എത്രയാണ്, 9.68 ഇൻറ്റു 10⁻⁻8. മാംഗനീൻ എന്ന് പറഞ്ഞാൽ ഒരു അലോയ് ആണ്. ആ അലോയുടെ സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ വാല്യൂ 48 ഇൻറ്റു 10⁻⁻8 ആണ്. നിക്രോൺ എന്ന് പറഞ്ഞാൽ വേറൊരു അലോയ് ആണ്. ആ അലോയുടെയും എത്രയാണ്, 100 ഇൻറ്റു 10⁻⁸ ആണ് വരുന്നത്. ഇനി പ്യുവർ സിലിക്കൺ, പ്യുവർ ജെർമേനിയം, ഇവരൊക്കെ എന്താണ്, സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് അല്ലേ. അപ്പോൾ ഈ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസിന്റെ റേഞ്ച് നോക്കൂ നിങ്ങൾ. സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസിന് 2.5 ഇൻറ്റു 10⁻³ എന്നാണ് വരുന്നത്. പ്യുവർ ജെർമേനിയം 0.6 വരുന്നുണ്ട്.
അപ്പോൾ ഇവർക്കൊക്കെ എന്തായിരുന്നു 10⁻⁸. അപ്പോൾ അത്രയും റെസിസ്റ്റിവിറ്റി എന്താണ്, കുറവാണ് അല്ലെ. റെസിസ്റ്റിവിറ്റി കൂടുന്തോറുമാണ് ശരിക്കും എന്ത് ചെയ്യുക, ഒരു മെറ്റീരിയൽ കണ്ടക്ടറായി മാറുക അല്ലെ. റെസിസ്റ്റിവിറ്റി കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അവരുടെ കണ്ടക്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി എന്താ ചെയ്യുക, കുറഞ്ഞു വരിക ചെയ്യുക. അപ്പോൾ കണ്ടക്ടേഴ്സിന് പൊതുവേ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ പവർ നോക്കൂ നിങ്ങൾ, 10⁻⁻8 ഒക്കെ അല്ലേ വരുന്നത്. 10⁻⁻8 എന്നൊക്കെ പറഞ്ഞാൽ 0.0000 അത്രയും ചെറുതല്ലേ വരാം. അപ്പോൾ റെസിസ്റ്റിവിറ്റി വളരെ കുറവുള്ള മെറ്റീരിയൽസ് ആണ് ശരിക്കും പറഞ്ഞാൽ ആരൊക്കെ, കോപ്പർ, അയൺ, മാംഗനീസ്, നിക്രോം എന്നൊക്കെ പറയുന്നത്. പിന്നെ സെമി കണ്ടക്ടേഴ്സിലേക്ക് വരുമ്പോൾ അതിന്റെ റേഞ്ച് മാറി. അത് കുറച്ചും കൂടി എന്താണ്, ഇവരെക്കാളും കുറച്ചും കൂടി റെസിസ്റ്റിവിറ്റി കൂടുതലാണ് സിലിക്കണിനും ജെർമേനിയത്തിനൊക്കെ. ഇനി അടുത്തത് ഇൻസുലേറ്റേഴ്സ് 2 പേരുണ്ട്. ആരൊക്കെയാണ്, ഗ്ലാസും മൈക്കയും. അതിന്റെ റേഞ്ച് നോക്കൂ നിങ്ങൾ. ഗ്ലാസിന്റെ റെസിസ്റ്റിവിറ്റി വരുന്നത് 10⁻10 മുതൽ 10⁻14 വരെ പവറിലാണ്. അപ്പൊ അത് എത്ര വലുതായിരിക്കും അല്ലെ. അത്രയും റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഗ്ലാസിനെയും മൈക്കേനെയൊക്കെ നമ്മൾ ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, കറണ്ടിനെ കടത്തിവിടില്ല. അത്രയും വലിയ റെസിസ്റ്റിവിറ്റിയാണ് ആ മെറ്റീരിയൽസിനുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് അവർ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ. അപ്പൊ റെസിസ്റ്റിവിറ്റി എപ്പോഴും മിനിമം ഉണ്ടാവുക കണ്ടക്ടേഴ്സിനായിരിക്കും, ഏറ്റവും മാക്സിമം ഉണ്ടാവുക ഇൻസുലേറ്റേഴ്സിനായിരിക്കും. ഓക്കെ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു വാല്യൂസ് പറയുകയാണെങ്കിൽ കണ്ടക്ടേഴ്സിന്റെ കേസിൽ നമ്മളിപ്പോൾ ഓരോ പർട്ടിക്കുലർ ആൾക്കാരുടെയും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ കണ്ടക്ടേഴ്സിന്റെ റേഞ്ച് വന്നത് ഏകദേശം 10⁻⁸ മുതൽ 10⁻⁶ വരെയാണ് വരിക. അതായത് അതെന്താണ്, ലോ റെസിസ്റ്റിവിറ്റിയാണ്. അപ്പം ലോ റെസിസ്റ്റൻസും ആയിരിക്കും അല്ലെ. ലോ റെസിസ്റ്റൻസും ആയതുകൊണ്ട് കണ്ടക്ടേഴ്സിൽ കൂടെ ഈസി ആയിട്ട് എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഇനി സെമി കണ്ടക്ടേഴ്സിന് അതിന്റെ ഒരു റേഞ്ച് വരുന്നത് 10⁻⁻4 മുതൽ 10⁻+4 വരെയാണ് ഡിഫറെന്റ് സെമി കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റിവിറ്റിയുടെ ഒരു റേഞ്ച് വരുന്നത്. അപ്പൊ അതിന് ആ ഒരു റെസിസ്റ്റൻസിനെ നമുക്ക് ഇന്റർമീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയാം അല്ലെ. വളരെ കൂടുതലുമല്ല വളരെ കുറവുമല്ല. അപ്പൊ അവരുടെ ഇന്റർമീഡിയറ്റ് റെസിസ്റ്റിവിറ്റിയും ഇന്റർമീഡിയറ്റ് റെസിസ്റ്റൻസും ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്താണ്, ഹെവിലി ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്. സെമി കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ടെമ്പറേച്ചറിനെ വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റിവിറ്റി വ്യത്യാസം വരും. ഇനി ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ അതിന്റെ ഒരു റേഞ്ച് വരുന്നത് 10⁻10 മുതൽ 10⁻17 വരെയാണ്. അത് ഹൈ റെസിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാലോ. അപ്പൊ ഇവരെന്ത് ചെയ്യും, എപ്പോഴും കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ ഈ ഒരു ടേബിൾ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളോട് ഫോർ എക്സാമ്പിൾ നമ്മളോട് ചോദിച്ചു 10⁻3 ഓം റേഞ്ച് ഉള്ള ഒരു 10⁻3 ഓം മീറ്റർ റെസിസ്റ്റിവിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ഏത് കാറ്റഗറിയിൽ വരുന്നു നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ. അപ്പോൾ അത് ഏത് കാറ്റഗറിയിൽ പറയാം, സെമി കണ്ടക്ടർ. കാരണം 10⁻3 എന്ന് പറയുന്ന റേഞ്ച് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലല്ലേ വരുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ സെമി കണ്ടക്ടേഴ്സ് ആവാനാണ് സാധ്യത. ഇനിയിപ്പോൾ 10⁻12 ഓം ഒക്കെ വരുന്ന ഏകദേശം ആ ഒരു റേഞ്ചിൽ വാല്യൂ വരുന്ന മെറ്റീരിയൽസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതായിരിക്കും, ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ 10⁻2 പവർ ഒന്ന് ഓർത്ത് വെക്കുക. ആ ഒരു പവർ ഓർഡർ വരുന്ന മെറ്റീരിയൽസ് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ. അടുത്തത് എന്താണ്, കണ്ടക്ടൻസ്. കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. എന്താണ്, 1/, ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയാം. കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിന് എത്ര കറണ്ടിനെ കടത്തി വിടാൻ കഴിയും എന്ന ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ടക്ടൻസിനെ നമ്മൾ G എന്നാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. G എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പൊ G = 1/R എന്ന് വന്നു. ഓക്കെ. അപ്പോൾ കണ്ടക്ടൻസ് മെഷർ ഹൗ ഈസിലി ആൻ ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ത്രൂ എ മെറ്റീരിയൽ ഓർ കമ്പോണന്റ്. അതായത് എത്രത്തോളം ആ കറണ്ടിന് കടന്നു പോകാൻ പറ്റും എന്നതിനെയാണ് നമ്മൾ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ് ചോദിക്കാറുണ്ട്. കണ്ടക്ടൻസ് റെസിസ്റ്റൻസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളല്ലേ. അപ്പോൾ റെസിസ്റ്റൻസിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓം ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ പറയാം, ഓം ഇൻവേഴ്സ് എന്ന് പറഞ്ഞൂടെ, ഓം ഇൻവേഴ്സ് എന്ന് പറയാം. 1/Ω എന്ന് പറയാം, അതല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് എന്ന് പറയാം. അതിനെ ഇങ്ങനെ എഴുതിക്കൂടെ, ഇങ്ങനെ എഴുതാം. ഈ ഓം ഇൻവേഴ്സിനെ തന്നെയാണ് നമ്മൾ ഈ സിമ്പലിന് തിരിച്ചിടുക. ഇയാളെ നമ്മൾ എന്താ പറയാ, ഇയാളെ നമ്മൾ മോ എന്നാണ് പറയാം. അപ്പൊ മോ എന്നുള്ളതും ആരുടെ യൂണിറ്റ് ആണ്, കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ആണ്. ഇനി കണ്ടക്ടൻസിന്റെ SI യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയാറുള്ളത് സീമൻ. ഇവരൊക്കെ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ആണ്. കണ്ടക്ടൻസിന്റെ SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയാം, സീമൻ. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റി ആണ്. ഇയാളെ തന്നെയാണ്, ഇയാളെ നമ്മൾ എന്താ പറയാ, സീമൻസ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, SI യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ് സീമൻസ് ആണ് വരാം. ഓക്കെ.
അടുത്തത് കണ്ടക്ടിവിറ്റി. റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും ഉള്ള പോലെ ഉള്ള രണ്ട് ടേമുകളാണ് കണ്ടക്ടൻസും കണ്ടക്ടിവിറ്റിയും. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? കണ്ടക്ടിവിറ്റി എന്ന് പറയാം. അപ്പോൾ കണ്ടക്ടിവിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത് സിഗ്മ എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു എന്താണ്? 1 റെസിസ്റ്റിവിറ്റി. ഓക്കെ, SI യൂണിറ്റ് എന്തായിരിക്കും? കണ്ടക്ടിവിറ്റിയുടെ SI യൂണിറ്റ് എന്തായിരിക്കും? ഓർത്ത് വയ്ക്കുക. എന്തായിരുന്നു റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ്? റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് നമുക്ക് വരുന്നത് ഓം മീറ്റർ എന്നല്ലേ, അല്ലെ? ഓം മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓം മീറ്റർ. കണ്ടക്ടിവിറ്റി അപ്പോൾ എന്തായിരിക്കും? കണ്ടക്ടിവിറ്റിയെ നമുക്ക് മോ മീറ്റർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞൂടെ? മീറ്റർ മുകളിലേക്ക് വരുമ്പോൾ മോ മീറ്റർ ഇൻവേഴ്സ് എന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? അതിന് ഒറ്റ അടിക്ക് നമ്മൾ കണ്ടക്ടിവിറ്റി പറയുകയാണെങ്കിൽ അതിന് നമ്മൾ സീമൻസ് ആണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ സീമൻസ് മീറ്റർ ആയിരിക്കും എന്ത്? SI യൂണിറ്റ് ഓഫ് സീമൻസ് മീറ്റർ ഇൻവേഴ്സ് കേട്ടോ. സീമൻസ് മീറ്റർ ഇൻവേഴ്സ് ആണ് SI യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ചില മെറ്റീരിയലുകളെ കണ്ടക്ടിവിറ്റിയും കൂടി ഓർത്ത് വെക്കണം. കണ്ടക്ടിവിറ്റി ശരിക്കും എന്ത് ചെയ്താൽ മതി? റെസിസ്റ്റിവിറ്റി 1 ഡിവൈഡഡ് ബൈ റെസിസ്റ്റിവിറ്റി ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? കണ്ടക്ടിവിറ്റി കിട്ടുക. അപ്പം കണ്ടക്ടിവിറ്റി, സിൽവറിന്റെ കണ്ടക്ടിവിറ്റി എത്രയാണെന്ന് നോക്കൂ. കണ്ടക്ടിവിറ്റി ഹൈ വാല്യൂ, കാരണം കണ്ടക്ടേഴ്സിനായിരിക്കും കണ്ടക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, അല്ലെ? അപ്പൊ സിൽവർ ഏറ്റവും കൂടുതൽ കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽ. നമ്മളിപ്പോൾ കണ്ടക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ കണ്ടക്ടിവിറ്റിയുടെ ഓർഡറിൽ എഴുതുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് ആരായിരുന്നു? ഏറ്റവും അധികം കണ്ടക്ടിവിറ്റിയുള്ള മെറ്റൽ ഏതായിരുന്നു? സിൽവർ ആയിരുന്നു, അല്ലെ? സിൽവർ കഴിഞ്ഞാൽ ആരായിരുന്നു? കോപ്പർ ആയിരുന്നു. കോപ്പർ കഴിഞ്ഞാൽ SC, പിന്നെ ആരാണ് നമുക്ക്? SC ഗോൾഡ് എന്നാണ് നമ്മുടെ കോഡ് വരുന്നത്. അപ്പോൾ സിൽവർ, കോപ്പർ, പിന്നെ ആരാ വരുന്നത്? ഗോൾഡ്, അലൂമിനിയം. SC ഗോൾഡ്. അപ്പോൾ സിൽവർ, കോപ്പർ, ഗോൾഡ്, അലൂമിനിയം. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഒരു ഓർഡറിൽ പോവുകയാണെങ്കിൽ സിൽവറിന്റെ കണ്ടക്ടിവിറ്റി നോക്കൂ. സിൽവറിന്റെ കണ്ടക്ടിവിറ്റി 6.3 × 10⁻⁷ സീമൻ മീറ്റർ ആണ് വരുന്നത്. ഓക്കെ, 6.3 × 10⁻⁷. അപ്പൊ 10⁻⁷ റേഞ്ചിലാണ് കണ്ടക്ടേഴ്സിന്റെ എന്ത് വരുന്നത്? കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ വരുന്നത്. കോപ്പറിന് അത് 5.9 × 10⁻⁷ ആണ്. ഗോൾഡ് ആണെങ്കിലും 4. അപ്പോൾ ഈ കണ്ടക്ടേഴ്സിനൊക്കെ നമുക്ക് എത്രയാണ്? 10⁻⁷ പവർ വരുന്ന രീതിയിലുള്ള കണ്ടക്ടിവിറ്റിയാണ് ഉണ്ടാവുക. പിന്നെ നമുക്ക് എന്ത് വന്നു? കാർബണിന്റെ കണ്ടക്ടിവിറ്റി ഒക്കെ ഏകദേശം നമുക്കൊരു 10⁻⁴ റേഞ്ചിലാണ്. പിന്നെ നമ്മുടെ ഇൻസുലേറ്റേഴ്സ് വരുന്ന സമയത്ത് അവരുടെ കണ്ടക്ടിവിറ്റി കുറയും. അവരുടെ കണ്ടക്ടിവിറ്റി നമുക്ക് എന്ത് പറയാം? 10⁻⁻9 വരെയുള്ള ആ ഒരു റേഞ്ചിലേക്ക് പോകും. ക്ലിയർ അല്ലേ? അപ്പോൾ ചില മെറ്റീരിയൽസിന്റെ റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും ഈ വാല്യൂസ് എത്രയാണെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. 1-2 മെറ്റീരിയൽ, സിൽവർ, കോപ്പർ ഒക്കെ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ സിൽവറിന്റെയും കോപ്പറിന്റെയും ഒക്കെ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ, റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മളിപ്പോൾ ലോ ഓഫ് റെസിസ്റ്റൻസ് പഠിച്ചു, അല്ലെ? ലോ ഓഫ് റെസിസ്റ്റൻസ് പഠിച്ച സമയത്ത് ലെങ്ത് റെസിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്കറിയാം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ റെസിസ്റ്റൻസിന് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ ലെങ്ത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് റെസിസ്റ്റൻസ് എങ്ങനെയൊക്കെയാണ് മാറുക? ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറ്റുന്ന സമയത്ത് റെസിസ്റ്റൻസ് എങ്ങനെയൊക്കെയാണ് മാറുക? നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട്. ഓക്കെ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ചോദിക്കും, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് വിത്ത് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് ഒരു റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കണ്ടക്ടറിൻ്റെ ഫിസിക്കൽ ഡയമെൻഷൻസ് മാറ്റാം. ഫിസിക്കൽ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്തിന് മാറ്റം വരുത്താം, ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് മാറ്റം വരുത്താം. അതിൻ്റെ റെസിസ്റ്റിവിറ്റി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോൾ അലൂമിനിയം ഉപയോഗിക്കുന്നതിന് പകരം കോപ്പർ, ആ മെറ്റീരിയലിനെ തന്നെ മാറ്റുകയാണെങ്കിലേ നമുക്ക് റെസിസ്റ്റിവിറ്റി മാറുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളോട് പറഞ്ഞു നമ്മുടെ കയ്യിൽ ഒരു വയറുണ്ട്, ഈ വയറിനെ മുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? വേറൊരു പീസാക്കി ആ പീസിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. ആ കേസിൽ ഒരിക്കലും ആര് മാറില്ല? റെസിസ്റ്റിവിറ്റി മാറില്ല, കാരണം മെറ്റീരിയൽ സെയിം തന്നെയാണ്. ഇനി അതല്ല, ഞാൻ എന്ത് ചെയ്തു? ഒരു കേബിളിനെ എടുത്തു, ആ കേബിളിനെ ഞാൻ എന്ത് ചെയ്തു? വലിച്ചു. ഈ കേബിളിനെ വലിച്ചു നീട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന് വലിച്ചു നീട്ടിയാൽ അതിൻ്റെ ലെങ്ത് കൂടും. പക്ഷെ വലിച്ചു നീട്ടുന്ന അത് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്താണ്? സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ലെങ്ത് ഇൻക്രീസ് ആവും, പക്ഷെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താവും? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞു വരില്ലേ? അതായത് നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു മെറ്റീരിയലിനെ ലെങ്ത് കൂട്ടി എന്ന് പറഞ്ഞാൽ വോളിയം അവിടെ എന്തായിട്ട് തന്നെ നിൽക്കും? സെയിം ആയിട്ട് നിൽക്കും. കാരണം നമ്മൾ പുതിയ മെറ്റീരിയലിനെ ആഡ് ചെയ്യുന്നില്ല, ഇതൊന്ന് മെറ്റീരിയൽ എടുത്ത് മാറ്റുന്നില്ല. സ്ട്രെച്ച് ജസ്റ്റ് വലിക്കുന്ന ഒരു എലാസ്റ്റിക്കിനൊക്കെ നമ്മൾ
പിടിച്ച് വലിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് ഓർത്താൽ മതി. അപ്പോൾ ഒരു വയറിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ടാണ് ലെങ്ത് കൂട്ടിയത് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അവിടെ എന്തായാലും എന്ത് ചെയ്യും, കുറയും. കാരണം വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് അല്ലെ. അപ്പൊ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയില്ലേ. അപ്പൊ സ്ട്രെച്ച് ചെയ്തിട്ട് ലെങ്ത് കൂട്ടുമ്പോഴും സ്ട്രെച്ച് ചെയ്യാണ്ട് അതിന്റെ ഡബിൾ ലെങ്ത് ഉള്ള ഒരാളെ എടുത്തു എന്ന് പറയുമ്പോഴും അവിടെ കൺസെപ്റ്റിന് വ്യത്യാസമുണ്ട്. ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കേസുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ചേഞ്ചസ് വിത്തൗട്ട് സ്ട്രെച്ചിങ്. അതായത് ഞാൻ എന്ത് ചെയ്യാൻ പോകാന്ന് വെച്ചാൽ ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് മാറ്റാണ്, സ്ട്രെച്ച് ചെയ്തിട്ടൊന്നുമല്ല. എനിക്ക് ഡബിൾ ആക്കണമെങ്കിൽ ഞാൻ അതിന്റെ ഇരട്ടി വലുപ്പമുള്ള ഒരു കണ്ടക്ടറിനെ വേറെ സെലക്ട് ചെയ്യണം. ഇനിയിപ്പോൾ അതിന്റെ പകുതി ആക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഈ കണ്ടക്ടറിനെ മുറിച്ചാൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഏരിയയ്ക്ക് മാറ്റം വരുത്താണ്ട്, അതാണ് ഈ വിത്തൗട്ട് സ്ട്രെച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിത്തൗട്ട് സ്ട്രെച്ചിങ് എന്ന് ഒരു ടേമിൽ കാണുകയാണെങ്കിൽ അവിടെ ഏരിയ മാറുന്നില്ല എന്നാണ് അർത്ഥം. ക്ലിയർ അല്ലേ? അപ്പോൾ വിത്തൗട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ലെങ്ത്തിനെ വേരി ചെയ്യാൻ പോവാ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പുതിയ റെസിസ്റ്റൻസ് എത്രയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പൊ നമ്മൾ റെസിസ്റ്റൻസ്, അപ്പൊ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറുന്നില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ച റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ റോ എൽ ബൈ എ എന്നായിരുന്നല്ലോ. അപ്പോൾ ഏരിയ മാറുന്നില്ല, മെറ്റീരിയൽ മാറാത്തതുകൊണ്ട് റെസിസ്റ്റിവിറ്റി മാറുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ റെസിസ്റ്റൻസ് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ലെങ്ത്തിനെ മാത്രമേ. ഇങ്ങനത്തെ കേസിൽ റെസിസ്റ്റൻസ് ലെങ്ത്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞൂടെ. അപ്പൊ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അപ്പൊ അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ നമ്മൾ ലെങ്ത് ഡബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസും എന്താവും, ഡബിൾ ആയി മാറില്ലേ അല്ലെ. ലെങ്ത്തിനെ നമ്മൾ പകുതിയാക്കി കഴിഞ്ഞാൽ റെസിസ്റ്റൻസും എന്തായിട്ട് മാറും, പകുതിയായിട്ട് മാറും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ എത്രയാണോ ചേഞ്ച് വരുത്തുന്നത്, അതായത് ഡബിൾ ആക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ചേഞ്ച് വരുത്തുന്നോ ആ ക്വാണ്ടിറ്റീനെ ഞാൻ എന്ത് പറഞ്ഞു, എൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഡബിൾ ആക്കുകയാണെങ്കിൽ എന്നിന് നമ്മൾ എന്ത് കൊടുക്കുക, 2 കൊടുക്കുക. പകുതിയാക്കി മാറ്റുകയാണെങ്കിൽ എന്നിന് നമ്മൾ 1/2 കൊടുക്കുക. ഇനിയിപ്പോൾ ക്വാർട്ടർ ആക്കി മാറ്റുകയാണെങ്കിൽ എന്നിന് നമുക്ക് എന്ത് കൊടുക്കാം, 1/4 കൊടുക്കാം. അപ്പം എത്ര ഫാക്ടർ ആണോ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ആ ഫാക്ടറിനെ നമ്മൾ എൻ എന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് വരിക, ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആർ ന്യൂ ഈസ് ഈക്വൽ ടു എൻ ടൈംസ് ആർ ഓൾഡ്. കറക്റ്റ് അല്ലേ? നോക്കൂ നിങ്ങൾ, ആർ ന്യൂ ഈസ് ഈക്വൽ ടു എൻ ടൈംസ് ആർ ഓൾഡ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഇനീഷ്യലി ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് ആർ ആണെന്ന് വിചാരിക്കുക, അതാണ് എൻ്റെ ആർ ഓൾഡ്. ക്ലിയർ? ഇനി ഞാൻ എന്ത് ചെയ്തു, ലെങ്ത്തിനെ ഡബിൾ ആക്കി. ആദ്യം എൽ ഉണ്ടായിരുന്ന ആളെ ഞാൻ 2L ആക്കി. അപ്പൊ നമുക്ക് ആർ ന്യൂ ഈസ് ഈക്വൽ ടു എത്ര വരിക, ആർ ന്യൂ ഈസ് ഈക്വൽ ടു എന്ത് വരും, 2 ടൈംസ് ഓഫ് ആർ ഓൾഡ് വന്നില്ലേ അല്ലെ. അപ്പോൾ എൻ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് വരുന്നത്, 2 ആണ് വരുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്തു, ലെങ്ത്തിനെ 3 മടങ്ങാക്കി. ലെങ്ത്തിന് നമ്മൾ 3 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആർ ന്യൂ എന്താ വരിക, ആർ ന്യൂ ഈസ് ഈക്വൽ ടു 3 ആർ ഓൾഡ് എന്നല്ലേ വരിക. അപ്പോൾ അവിടെ എൻ എന്തായിരുന്നു, 3 ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിനൊരു ജനറൽ ആക്കി എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മൾ വിത്തൗട്ട് സ്ട്രെച്ചിങ് ലെങ്ത് ചേഞ്ച് ചെയ്യുമ്പോൾ ആർ ന്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആർ ന്യൂ ഈസ് ഈക്വൽ ടു എൻ ടൈംസ് ഓഫ് ആർ ഓൾഡ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു കോഡ് ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് ഈസി ആയിട്ട് അവിടെ ഇരുന്നിട്ട് ആർ പ്രൊപ്പോർഷണൽ ടു ലെങ്ത് അങ്ങനെയൊന്നും എഴുതിയിട്ട് എന്ത് ചെയ്യേണ്ടി വരില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇനി കേസ് 2 എന്താണ് പറയുന്നത്, കേസ് 2 പറയുന്നത് ലെങ്ത് ചേഞ്ചസ് ബൈ സ്ട്രെച്ചിങ്. അതായത് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാ, ഇനി നേരത്തെ പോലെയല്ല, ഞാൻ ഈ കേബിളിന്റെ ലെങ്ത് എനിക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ സ്ട്രെച്ച് ചെയ്തു. അപ്പോൾ ഇതിനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് പറഞ്ഞു, ലെങ്ത് ഡബിൾ ആവുന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പകുതിയായിട്ട് മാറും അല്ലേ. അപ്പോൾ ലെങ്ത് ഡബിൾ ആവുന്ന സമയത്ത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പകുതിയാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സ്ട്രെച്ച് ചെയ്തിട്ട് ലെങ്ത് എന്താക്കി, 2L ആക്കി. ഓക്കെ, അപ്പോൾ എൻ്റെ ആർ ന്യൂ എന്താ വരിക, ആർ ന്യൂ എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. അപ്പോൾ നമ്മളിവിടെ എല്ലും എയും റോ മാത്രമേ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. നമ്മൾ എല്ലിൽ വരുന്ന മാറ്റവും എയിൽ വരുന്ന മാറ്റവും കൺസിഡർ ചെയ്യണം. അപ്പോൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ലെങ്ത് എന്തായിട്ട് മാറും, 2L ആയിട്ട് മാറില്ലേ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പകുതിയായിട്ട് കുറയില്ലേ. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താണ്, A/2 ആയില്ലേ അല്ലേ. അപ്പോൾ ഇവിടെ സ്ട്രെച്ച് ചെയ്തിട്ട് ഡബിൾ ആക്കുമ്പോൾ എത്ര ഫാക്ടർ മാറ്റിയെന്ന് ചോദിച്ചാൽ n ഈസ് ഈക്വൽ ടു 2 എന്ന് തന്നെയല്ലേ വരൂ. അപ്പോൾ നമ്മൾ ഡബിൾ ആക്കുക ചെയ്തത്. അപ്പോൾ നമ്മൾ മാറ്റുന്ന ഫാക്ടർ n ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നമ്മൾ L ലെങ്ത് ഡബിൾ ആയി, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പകുതിയായി. ഈ 2 കറങ്ങി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, 4L/A എന്ന് വരില്ലേ അല്ലേ.
4L/A. ഈ L/A എന്ന് പറഞ്ഞാൽ നമുക്ക് പഴയ റെസിസ്റ്റൻസ് ആണ് അല്ലെ, പഴയ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? R ന്യൂ, പുതിയ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 4 ടൈംസ് ഓഫ് പഴയ റെസിസ്റ്റൻസ്. അപ്പോൾ എന്ന് പറയുന്ന ഫാക്ടർ 2 ആവുമ്പോൾ നമുക്ക് 4 × R ഓൾഡ് എന്നല്ലേ വന്നത്? 2ന്റെ സ്ക്വയർ അല്ലേ 4 വരുന്നത് അല്ലെ? 2ന്റെ സ്ക്വയർ ആണ് 4. അപ്പൊ നമ്മൾ ജനറൽ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? R ന്യൂ ഈസ് ഈക്വൽ ടു n² R ഓൾഡ് എന്ന് എഴുതിക്കൂടെ? R ന്യൂ ഈസ് ഈക്വൽ ടു n² ടൈംസ് R ഓൾഡ് എന്ന് വരും. ക്ലിയർ? R ന്യൂ ഈക്വൽ ടു n. അപ്പോൾ ഓർത്ത് വെക്കുക, എപ്പോഴും സ്ട്രെച്ച് ചെയ്തിട്ടാണ് നമ്മൾ മാറ്റുന്നത് എന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അതിനനുസരിച്ച് എന്തായാലും ചേഞ്ച് ആവും. ഇനി നമ്മൾ നോക്കൂ, നിങ്ങൾ 3 ടൈംസ് നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് ലെങ്ത് എന്താക്കി? ലെങ്ത് L ന്യൂ എന്ന് പറയുന്നത് ലെങ്ത് നമ്മൾ എത്രയാക്കി? 3L ഓൾഡ് ആക്കി. ഓക്കെ, 3 ടൈംസ് ആക്കി മാറ്റി. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ന്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ഓൾഡ് ബൈ 3L ഉണ്ടാവുക. അത് കുറയുക ചെയ്യുക. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞു. സ്ട്രെച്ച് ചെയ്തിട്ട് ലെങ്ത് കൂട്ടുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞു. അപ്പോൾ നമ്മളുടെ R ഓൾഡിന്റെ ഇക്വേഷൻ എന്താ? R ഓൾഡ് ഈസ് ഈക്വൽ ടു L ഓൾഡ് ബൈ A ഓൾഡ് ആണ്. അതിനവിടെ വെച്ചു. നമ്മൾ R ന്യൂ കാണാൻ പോവാണ്. R ന്യൂ ഈസ് ഈക്വൽ ടു L ന്യൂ ഡിവൈഡഡ് ബൈ A ന്യൂ എന്നല്ലേ വരിക? L ന്യൂ ഡിവൈഡഡ് ബൈ A ന്യൂ ആണ് വരിക. L ന്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ടൈംസ് ഓഫ് L ഓൾഡ് ഡിവൈഡഡ് ബൈ A ഓൾഡ് ബൈ 3. ഈ 3 കറങ്ങി മുകളിലേക്ക് പോകുമ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കാണുന്നില്ലേ? R ന്യൂ ഈസ് ഈക്വൽ ടു 9 ലെങ്ത് ഓൾഡ് ലെങ്ത് ബൈ ഓൾഡ് ഏരിയ. അപ്പം 9 ടൈംസ് ആയില്ലേ? അപ്പോൾ എന്ന് പറയുന്ന ഫാക്ടർ 3 ടൈംസ് ആക്കിയ സമയത്ത് നമുക്ക് 9 × ഓൾഡ് റെസിസ്റ്റൻസ് അല്ലേ വന്നത്. അപ്പം നമുക്ക് ജനറൽ ആയിട്ട് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഈ ഒരു ഇക്വേഷൻ നമുക്ക് R ന്യൂ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് R ന്യൂ ഈസ് ഈക്വൽ ടു n² × R ഓൾഡ് എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ആ ഒരു കൺസെപ്റ്റ് കത്തിയില്ലേ? ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏരിയ മാത്രം മാറ്റുക. ഏരിയ മാത്രം മാറ്റുക എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു മാറ്റവും വരുത്തുന്നില്ലെങ്കിൽ ആ റിലേഷൻ എങ്ങനെ പറയാം? നമുക്കറിയാം, അത് സിമ്പിൾ ആണ്. എന്താണ്? R ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ലെങ്ത്തിനെ കൺസിഡർ ചെയ്യേണ്ട, ലെങ്ത്ത് മാറ്റാണ്ട് നമ്മൾ ഏരിയനെ മാത്രം മാറ്റുന്ന സമയത്ത് R ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഏരിയ നമ്മൾ ഡബിൾ ആക്കുന്ന സമയത്ത് റെസിസ്റ്റൻസ് എന്തായി മാറും? അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ റെസിസ്റ്റൻസ് ഹാഫ് ആയിട്ട് മാറും. ഇനി ഏരിയ നമ്മൾ ഹാഫ് ആക്കുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഡബിൾ ആയിട്ട് കൂടും. അപ്പോൾ ആ റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ആ റിലേഷൻ നമുക്ക് R ന്യൂ ഈസ് ഈക്വൽ ടു 1/n R ഓൾഡ് എന്ന് പറഞ്ഞൂടെ? അതായത് R ന്യൂ എന്ന് പറയുന്നത് R ഓൾഡ് ബൈ n ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇത് ആലോചിച്ചാൽ മതി. ഏരിയനെ നമ്മൾ ഡബിൾ ആക്കി. ഏരിയനെ ഡബിൾ ആക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്? n എന്ന് പറയുന്നത് 2 അല്ലേ വരിക? അപ്പോൾ 1/2 R ഓൾഡ്. റെസിസ്റ്റൻസ് പകുതിയായി മാറും. ക്ലിയർ? ഇനി ഏരിയനെ തന്നെ എടുക്കാം. ഏരിയനെ നമ്മൾ എന്താക്കി? ഏരിയനെ നമ്മൾ ഹാഫ് ആക്കി. ഏരിയനെ നമ്മൾ ഹാഫ് ആക്കുന്ന സമയത്ത് നമുക്ക് 1 ഡിവൈഡഡ് ബൈ n എത്ര വരും? 1 ഡിവൈഡഡ് ബൈ 1/2. അത് കറങ്ങി മുകളിലെത്തിയാൽ 2 × R ഓൾഡ് എന്ന് വരില്ലേ? അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ ഹാഫ് ആക്കുന്ന സമയത്ത് പുതിയ റെസിസ്റ്റൻസ് എത്രയായി മാറി? 2 ടൈംസ് ആയിട്ട് മാറി. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാത്രം മാറുന്ന കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തെടുക്കണം? 1/n R ഓൾഡ് എന്ന് എടുക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ആ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? ഇത്രയേ ഉള്ളൂ. ഈ ഒരു 3 രീതിയിലാണ് നമുക്ക് റെസിസ്റ്റൻസ് ചേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരെ വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്. അതായത് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസിന് എന്തൊക്കെയാണ് മാറ്റം വരിക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഞാൻ ആദ്യം കണ്ടക്ടേഴ്സിന്റെ കേസാണ് നോക്കുന്നത്. അപ്പോൾ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കണ്ടക്ടറിന് പൊതുവേ ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലുള്ള ആൾക്കാരാണ് അല്ലെ? ഫ്രീ ഇലക്ട്രോൺസ് ഒരുപാടുള്ളത് കൊണ്ടാണല്ലോ ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കുറെ ഫ്രീ ഇലക്ട്രോൺസ് ഒക്കെ ഉള്ള ഒരു കണ്ടക്ടറിന്റെ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ നമ്മൾ പതുക്കെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള അതിൽ ഓൾറെഡി കുറേ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺസ് എന്താണ്? വളരെ സ്പീഡിൽ ആ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത്, ഇപ്പോൾ മെറ്റലിൻ്റെ ഒക്കെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള അയോൺസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുതൽ വിഗ്രസ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ ഇലക്ട്രോൺസ് ഒക്കെ കുറച്ച് സ്പീഡിൽ ഇവരൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രോൺസ് ഒക്കെ തമ്മിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? കൊളൈഡ് ചെയ്യാൻ തുടങ്ങും.
ക്ലിയർ അല്ലേ? അപ്പോൾ ഓൾറെഡി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഇപ്പം എന്ത് ചെയ്യാൻ തുടങ്ങി? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇവരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? കൊളീഷൻ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കൊളീഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവും? ഇവിടെ നമുക്ക് ഇവരുടെ സ്പീഡ് കുറയാൻ തുടങ്ങും. കൊളീഷൻ നടക്കുന്നത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടിയപ്പോൾ ഇവരുടെ ആറ്റംസ് വല്ലാണ്ട് വൈബ്രേറ്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസ് നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? കൊളീഷൻ ചെയ്തിട്ട് ഇവരുടെ റേറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോ എന്ത് ചെയ്യാൻ തുടങ്ങും? കുറയാൻ തുടങ്ങും. അങ്ങനെ കുറയാൻ തുടങ്ങാന്ന് പറഞ്ഞാൽ ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കുറയാന്ന് പറഞ്ഞാൽ അതിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യാണ്? റെസിസ്റ്റൻസ് കൂടല്ലേ ചെയ്യുന്നത് അല്ലെ? അപ്പൊ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? റെസിസ്റ്റൻസ് കൂടി വരുന്നത്, അതായത് അതിന് കറണ്ടിന് കടത്തി വിടാനുള്ള കഴിവ് കുറഞ്ഞു വരും. അതായത് അതിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യാണ്? റെസിസ്റ്റൻസ് കൂടുന്നുണ്ട്. അപ്പോൾ കണ്ടക്ടേഴ്സിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? കണ്ടക്ടേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവും. അപ്പോൾ കണ്ടക്ടറിനെ നമുക്ക് എങ്ങനെ പറയാം? സോ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ഇൻക്രീസസ് ആസ് ടെമ്പറേച്ചർ റൈസസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുന്ന പ്രോപ്പർട്ടീനെയാണ് നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ PTC എന്ന് പറയാം. അപ്പോൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉള്ളത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ കണ്ടക്ടേഴ്സിനാണെന്ന് പറഞ്ഞൂടെ? കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ മെറ്റൽസിന്റെ കേസിലൊക്കെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. അതായത് നോർമൽ ടെമ്പറേച്ചറിനേക്കാളും ഹൈ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് അതിന് കറണ്ടിനെ ക്യാരി ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു കുറഞ്ഞു വരും. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് കണ്ടക്ടേഴ്സ്. അപ്പോൾ കണ്ടക്ടേഴ്സിന്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്താണെന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ഉള്ള ആൾക്കാരാണ് കണ്ടക്ടേഴ്സ്. അപ്പോൾ എല്ലാ കണ്ടക്ടേഴ്സും നമുക്ക് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അടുത്തത് എന്താണ്? അടുത്തത് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സിന്റെ പൊതുവെയുള്ള പ്രത്യേകത എന്താണ്? ഇൻസുലേറ്റേഴ്സിന് ഫ്രീ ഇലക്ട്രോൺസ് പൊതുവെ എന്താണ്? കുറവാണ്. ടൈറ്റ്ലി ബോണ്ട് ചെയ്തിട്ടാണ് ഇലക്ട്രോൺസ് ഒക്കെ കിടക്കുന്നുണ്ടാവുക. ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് എന്താണ്? എല്ലാ ഇലക്ട്രോൺസും ടൈറ്റ്ലി ബോണ്ട് ആയിട്ടൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു ഇൻസുലേറ്ററിനെ എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്തു. അപ്പോൾ ഇൻസുലേറ്ററിന്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ബോണ്ടിങ്ങിന് എന്ത് സംഭവിക്കും? വൈബ്രേഷൻസ് ഉണ്ടായിട്ട് കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. ക്ലിയർ അല്ല? അപ്പോൾ ഇൻസുലേറ്റേഴ്സിൽ ബോണ്ട് ചെയ്ത് കിടക്കുന്ന ഇലക്ട്രോൺസ് വൈബ്രേഷൻ വരുന്ന സമയത്ത് ഫ്രീ ആയി മാറുക ചെയ്യാം. അപ്പോൾ ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? അതിൻ്റെ റെസിസ്റ്റൻസ് കുറയല്ലേ ചെയ്യാം. അതായത് ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്തു? ഫ്രീ ആയിട്ട് മാറി. അപ്പോൾ അതിൻ്റെ കൂടെ കറണ്ടിന് സുഖമായിട്ട് പാസ് ചെയ്യാൻ പറ്റാൻ സാധ്യത ഉണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ ഇൻസുലേറ്റേഴ്സിന് പൊതുവെ എന്താ സംഭവിക്കുന്നത്? ഇൻസുലേറ്റേഴ്സിന് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. കണ്ടക്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കുറയുന്നതിനെ നമ്മൾ എന്താ പറയുക? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്നാണ് പറയുക. അതുകൊണ്ട് റെസിസ്റ്റൻസ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ റൈസസ്. ദിസ് ഈസ് നോൺ ആസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സിനൊക്കെ എന്താണുള്ളത്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് അടുത്തത് നമ്മളുടെ സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിനും ഇതുപോലെ തന്നെയാണ്. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇപ്പോൾ അറ്റ് പ്രസന്റ് സാധാരണ ഒരു കണ്ടീഷനിൽ ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് എന്താണ്? ഒരു ഈക്വൽ ആയിട്ട് 4 നിൽക്കുന്ന ആൾക്കാരാണ് നമുക്ക് സെമി കണ്ടക്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഈ വാലൻസ് ഇലക്ട്രോൺസിന് എന്ത് കിട്ടും? ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്ന സമയത്ത് അവരുടെ ആ ഒരു വാലൻസി ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. ആ കോവാലന്റ് ബോണ്ടുകളൊക്കെ ബ്രേക്ക് ആയിട്ട് അവിടെയും എന്താണ്? കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിനും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. അപ്പോൾ സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉള്ള ആൾക്കാരാണെന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉള്ള മെറ്റീരിയൽസ് കണ്ടക്ടേഴ്സ് ആണ്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉള്ള മെറ്റീരിയൽസ് ആണ് ഇൻസുലേറ്റേഴ്സും സെമി കണ്ടക്ടേഴ്സും. അടുത്തത് എന്താണ്? സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നമുക്കറിയാം നമ്മുടെ കണ്ടക്ടേഴ്സിന് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കൂടും അല്ലെ? അവർക്ക് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടേഴ്സിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ അവരുടെ റെസിസ്റ്റൻസും കുറയല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു കണ്ടക്ടറിന്റെ
ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസും അതിനനുസരിച്ച് കുറയുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ വാല്യൂവിനേക്കാളും ഇത് തണുപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് 0 ആയി മാറും അല്ലേ? കാരണം ടെമ്പറേച്ചർ കുറച്ചാൽ അതിൻ്റെ റെസിസ്റ്റൻസ് കുറയും. അങ്ങനെ നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു പെർട്ടിക്കുലർ വാല്യൂ, നമ്മൾ കൂൾ ചെയ്യാണ് ചെയ്യുന്നത് കണ്ടക്ടറിനെ, ഒരു പെർട്ടിക്കുലർ വാല്യൂവിനേക്കാളും ഈ കണ്ടക്ടറിനെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി അപ്രോക്സിമേറ്റ്ലി 0 ഓം ആയിട്ട് മാറും. അങ്ങനെയുള്ള കണ്ടക്ടേഴ്സ്, അതായത് അങ്ങനത്തെ കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയാം. സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്? 0 ഓം ആണ്. തീരെ റെസിസ്റ്റൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുണ്ടാവില്ല? വോൾട്ടേജ് ഡ്രോപ്പും ഉണ്ടാവില്ല അല്ലെ? റെസിസ്റ്റൻസിന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ I/R എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ തീരെ വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ലാത്ത റെസിസ്റ്റൻസ് 0 ആയി നിൽക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സൂപ്പർ കണ്ടക്ടിവിറ്റി ഈസ് ദ ഫിനോമിനൻ വെർ മെറ്റീരിയൽ എക്സിബിറ്റ് എക്സാക്ട്ലി 0 ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എക്സെപ്റ്റ് എക്സ്റ്റേണൽ ആൻഡ് എക്സ്പെൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയ്സ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വെൻ കൂൾഡ് ബിലോ എ സ്പെസിഫിക് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ഒരു സ്പെസിഫിക് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെക്കാളും തണുപ്പിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് സൂപ്പർ കണ്ടക്ടർ മെറ്റീരിയൽസ് ആക്കാൻ പറ്റുക. ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് 0 ആക്കി മാറ്റുന്ന ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ അതിന്റെ ട്രാൻസിഷൻ നടക്കുകയല്ലേ, അപ്പോൾ അതിന്റെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഈ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ -253 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഉണ്ടാവാറുള്ളത്. കെൽവിനിലാണെങ്കിൽ അത് 20K. ഓക്കെ, 20K അല്ലെങ്കിൽ -253 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലൊക്കെയാണ് നമുക്ക് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ള ആ ഒരു കൺസെപ്റ്റും കൂടി ഒന്ന് അറിഞ്ഞു വെക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റെസിസ്റ്റൻസിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ റെസിസ്റ്റൻസിന് ടെമ്പറേച്ചറിന്റെ മുകളിൽ ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് റെസിസ്റ്റൻസിന്റെ ചേഞ്ച് വരുന്നത് എന്ന കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ? കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഈ കോയിൽ കൺസിസ്റ്റ് ഓഫ് 1000 turns having a cross-sectional area of 0.4 mm square. The mean length per turn is 40 centimeter and the resistivity of wire is 0.02 micro ohm meter. The resistance of the coil. ജസ്റ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതിന് വേണ്ടിയിട്ട് ഇതിന്റെ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടുണ്ട്, ലെങ്ത് 40 സെന്റിമീറ്റർ പെർ ടേൺ ആണെന്ന് തന്നിട്ടുണ്ട്, റെസിസ്റ്റിവിറ്റി ഓഫ് വയർ 0.02 മൈക്രോ ഓം മീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ജസ്റ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക? റെസിസ്റ്റൻസ് R is equal to ρL/A എന്നാണ് അല്ലെ? അതിൽ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ? 0.02 മൈക്രോ ഓം മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഓം മീറ്ററിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 0.02 × 10⁻⁻6 ഓം മീറ്റർ എന്ന് പറഞ്ഞൂടെ ഇതിന്റെ റെസിസ്റ്റിവിറ്റി അല്ലെ? പിന്നെ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ക്രോസ് സെക്ഷണൽ ഏരിയ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ക്രോസ് സെക്ഷണൽ ഏരിയ 0.4 mm² ആണെന്ന് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുകയാണെങ്കിൽ എത്രയാണ് വരിക? മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുന്ന സമയത്ത് 0.4 × 10⁻⁻6 മീറ്റർ സ്ക്വയർ അല്ലേ വരിക അല്ലെ? ഇനി നമുക്ക് ലെങ്ത്തും കൂടി വേണം. ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് പെർ ടേൺ 40 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനത്തെ 1000 ടേൺസ് ആണുള്ളത് എന്ന് തന്നിട്ടില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് 1000 ആണ്. അപ്പോൾ 1000 × 40 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 0.4 അല്ലേ വരിക? അപ്പോൾ 1000 × 4 is equal to 400 മീറ്റർ എന്ന് കിട്ടി. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ എന്തൊക്കെയാണ്? 0.02 × 10⁻⁻6 × 400 ഡിവൈഡഡ് ബൈ 0.4 × 10⁻⁻6 ഇതല്ലേ വരാം അല്ലെ? 10⁻⁻6 നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് വന്നു? 0.02 × ഇവരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1000 വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 20 ഓം എന്ന് കിട്ടിയില്ലേ? അപ്പോൾ 20 ഓം ആണ് നമുക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസ് വരിക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് പെർ മീറ്റർ ലെങ്ത് ഓഫ് എ വയർ
diameter 40 mm and specific resistance 3.14 into 10⁻⁻⁴ ohm meter. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് നമുക്ക് റെസിസ്റ്റൻസ് പെർ മീറ്റർ ലെങ്ത് ആണ് കാണേണ്ടത്. എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ρL/A ആണ്, റെസിസ്റ്റൻസ് പെർ ലെങ്ത്. അപ്പോൾ R/L ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് ρ/A എന്ന് വരില്ലേ, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റോ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 3.14 into 10⁻⁻⁴ ohm meter. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ടോ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തരുന്നതിന് പകരം നമുക്ക് ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഡയമീറ്റർ എന്നാൽ നമ്മൾ സാധാരണ എന്താണ്, സർക്കുലർ ഷേപ്പുള്ള കണ്ടക്ടേഴ്സ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ = πr² എന്ന് എഴുതിക്കൂടെ അല്ലേ, πr². അതല്ലെങ്കിൽ അതിനെ ഡയമീറ്റർ തന്നതുകൊണ്ട് πd²/4 എന്ന് എഴുതാം അല്ലേ, πd²/4 എന്ന് എഴുതാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു ഡയമീറ്റർ πd/4 കൊടുക്കണമെന്നില്ല, നമുക്ക് ജസ്റ്റ് നേരിട്ട് എന്ത് ചെയ്യാം, ഡയമീറ്ററിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡയമീറ്റർ 40 mm ആണ്, 40/4. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 20 അല്ലേ ഉണ്ടാവുള്ളൂ. 20 ഇൻറ്റു mm മാറ്റിക്കഴിഞ്ഞാൽ 10⁻⁻³ അതായത് 3.14 ഇൻറ്റു 400 ഇൻറ്റു 10⁻⁻6 വരും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കാരണം മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാളും 3.14 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 3.14 ഇൻറ്റു 400 ഇൻറ്റു 10⁻⁻6 ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. ബാക്കി നമുക്ക് എന്ത് കിട്ടും? ബാക്കി നമുക്ക് 1/4 മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. 1/4 ആണ് ആൻസർ വരിക. 1/4 ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ വയർ ഓഫ് റെസിസ്റ്റൻസ് 88 ohm ഈസ് സ്ട്രെച്ച്ഡ് ടു ട്വൈസ് ദ ഒറിജിനൽ ലെങ്ത്. ദ റെസിസ്റ്റൻസ് ഓഫ് സ്ട്രെച്ച്ഡ് വയർ വുഡ് ബി. അതായത് നമ്മൾ എന്ത് ചെയ്തു? സ്ട്രെച്ച് ചെയ്തു, ഒറിജിനൽ ലെങ്ത്തിന്റെ ഡബിൾ ആവുന്ന പോലെ. ട്വൈസ് ദ ഒറിജിനൽ ലെങ്ത് എന്നല്ലേ പറയുന്നത്. അപ്പോൾ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, നമ്മൾ അതിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് R new = സ്ട്രെച്ച് ചെയ്യുന്ന കേസ് ആണെങ്കിൽ R new = n² ടൈംസ് R old അല്ലേ വരിക. അപ്പോൾ എന്നിന്റെ വാല്യൂ എത്രയാണ് ഇവിടെ? 2 അല്ലേ. 2 ടൈംസ് ആണ് നമ്മൾ ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ 2² ഇൻറ്റു R old അല്ലെങ്കിൽ 4 ഇൻറ്റു ഓൾഡ് റെസിസ്റ്റൻസ്. ഓൾഡ് റെസിസ്റ്റൻസ് 88 ohm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 88 ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ 352 അല്ലേ കിട്ടുക. അപ്പോൾ 352 ohm ആണ് നമ്മളുടെ ആൻസർ വരിക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ. അടുത്തത് എന്താണ്? ഇഫ് ദ ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് മെറ്റീരിയൽ ഈസ് ഡബിൾഡ് ദെൻ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽ ഈസ് എന്താണ്? ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഡബിൾ ആവും, റെസിസ്റ്റൻസ് ഹാഫ് ആവും, സെയിം ആയിരിക്കും, റെസിസ്റ്റൻസ് ബിക്കം 4 ടൈംസ്. എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്? ലെങ്ത്തും ഏരിയയും നമ്മൾ എന്ത് ചെയ്തു? ഡബിൾ ആക്കി എന്നാണ് പറഞ്ഞത് അല്ലേ. ലെങ്ത്തും ഏരിയയും ഡബിൾ ആക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് റിലേഷൻ വരിക? മെറ്റീരിയലിനെ നമ്മൾ മാറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? R ∝ L/A എന്ന് എടുക്കാം. ഇതിൽ നമ്മൾ R new കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? R new ∝ ലെങ്ത്ത് ഡബിൾ ആക്കി, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും ഡബിൾ ആക്കി. അപ്പോൾ ഈ 2 ഉം 2 കട്ട് ചെയ്തിട്ട് പഴയ വാല്യൂ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ, R old തന്നെയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റെസിസ്റ്റൻസ് റിമൈൻ സെയിം. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ദ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ? എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ്? ഇത് കഴിഞ്ഞ സബ് എഞ്ചിനീയർ എക്സാമിന് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റെസിസ്റ്റൻസ് വേരീസ് ഡയറക്ട്ലി ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ശരിയാണോ? റെസിസ്റ്റൻസ് R = ρL/A എന്നാണ്. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഇയാളല്ല. അടുത്തത് എന്താണ്? റെസിസ്റ്റൻസ് വേരീസ് ഇൻവേഴ്സ്ലി ആസ് ലെങ്ത് ഓഫ് മെറ്റീരിയൽ. റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് അല്ലേ. അപ്പോൾ ഇൻവേഴ്സ്ലി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റെസിസ്റ്റൻസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ നാച്ചർ ഓഫ് മെറ്റീരിയൽ. അത് ശരിയല്ല. റെസിസ്റ്റൻസ് നാച്ചർ ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഡസ് നോട്ട് എന്ന് പറയുന്നത് കൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് മെറ്റീരിയൽ. അത് ശരിയാണ് അല്ലേ. റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ കൂട്ടത്തിൽ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി എന്ന് വരും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2 wires A and B have same cross sectional and are made of same material. Resistance A is 600 ohm, resistance of B is 200 ohm. The number of times A is longer than B is. എന്താ പറഞ്ഞത്?
രണ്ട് വയേഴ്സ് ഉണ്ട്, എയും ബിയും. അവരുടെ ക്രോസ് സെക്ഷണൽ ഏരിയ സെയിം ആണ്, അവരുടെ മെറ്റീരിയലും സെയിം ആണ്. ഓക്കെ, ഇവിടെ എന്താണ്, അവരുടെ റെസിസ്റ്റൻസുകൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ലെങ്ത് തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചത്. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും മെറ്റീരിയലും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമുക്ക് പറയാം ആർ ഇസ് പ്രപ്പോർഷണൽ ടു ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുതലുള്ള ആൾക്കാർക്കും സ്വാഭാവികമായിട്ടും എന്തുണ്ടാവുക, ലെങ്ത്തും കൂടുതൽ ഉണ്ടാവാം. ഇവിടെ റെസിസ്റ്റൻസ് ഓഫ് എ എന്ന് പറയുന്നത് 600 ആണ്, റെസിസ്റ്റൻസ് ഓഫ് ബി എന്ന് പറയുന്നത് 200 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലെങ്ത് കൂടുതൽ ആർക്കായിരിക്കും, ലെങ്ത് കൂടുതൽ എപ്പോഴും ആർക്കായിരിക്കും, എക്കായിരിക്കും. എൽ എ വിൽ ബി ഗ്രേറ്റർ ദാൻ എൽ ബി. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എത്ര ടൈംസ്, എൽ ബിനേക്കാളും എത്ര ടൈംസ് വലുതാണ് എൽ എ എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അത് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് എന്ത് റിലേഷൻ അറിയാം, ആർ എ ബൈ ആർ ബി ഈക്വൽ ടു എൽ എ ബൈ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയതുകൊണ്ട് ഇവരെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ആർ എ പ്രപ്പോർഷണൽ ടു എൽ എ ആണ്, ആർ ബി പ്രപ്പോർഷണൽ ടു എൽ ബി ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള റേഷ്യോ എടുത്താൽ ആർ എ ബൈ ആർ ബി ഈക്വൽ ടു എൽ എ ബൈ എൽ ബി എന്ന് പറയാം. അപ്പോൾ നമ്മൾ എൽ എ ആണ് കണ്ടുപിടിക്കുന്നതെന്ന് വിചാരിക്കാം. എൽ എ ഇസ് ഈക്വൽ ടു എൽ ബി ഇൻറ്റു ആർ എ ബൈ ആർ ബി വരും. എൽ ബി ലെങ്ത് കറക്റ്റായിട്ട് നമുക്കറിയില്ല എത്ര ടൈംസ് നീ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എൽ ബിക്ക് എൽ ബി തന്നെ കൊടുത്തു. ആർ എ റെസിസ്റ്റൻസ് ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്, 600 ആണ്. റെസിസ്റ്റൻസ് ഓഫ് ബി എന്ന് പറയുന്നത് 200 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലെങ്ത് ഓഫ് എ ഇസ് ഈക്വൽ ടു 3 ടൈംസ് ഓഫ് ലെങ്ത് ഓഫ് ബി എന്ന് കിട്ടിയില്ലേ. അതല്ലേ നമ്മളോട് ചോദിച്ചത്, ദ നമ്പർ ഓഫ് ടൈംസ് എ ഈസ് ലോങ്ങർ ദാൻ ബി എന്നാണ് ചോദിച്ചത്. അപ്പോൾ എ ഈസ് 3 ടൈംസ് ലോങ്ങർ ദാൻ ബി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വന്നു, 6th ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എ എന്ന് വന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 2 coils A and B of same material are connected in parallel across the supply. Coil A has diameter and length double that of coil B. The heat produced by coil A is dash that of coil B. എന്താണ് പറഞ്ഞത്, 2 കോയിൽസ് ഉണ്ട്, എയും ബിയും. അവർ നമ്മൾ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തത്. കോയിൽ എയുടെ ഡയമീറ്ററും ലെങ്ത്തും ബിയുടെ ഡബിൾ ഉണ്ട്. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ കോയിൽ എ ഇസ് ഡാഷ് ദാറ്റ് ഓഫ് ബി. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്ക് ബിനേക്കാളും കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇക്വേഷൻ നോക്കണമെങ്കിൽ നമുക്ക് I²R അല്ലെങ്കിൽ V²/R എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പവർ ജനറേഷൻ നമ്മൾ ഇവിടെ ഈ കോയിൽസിനെ നമ്മൾ പാരലൽ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ പാരലൽ കണക്ഷൻ ആവുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും വോൾട്ടേജ് ആണ് കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ എടുത്താൽ മതി, V²/R എന്നുള്ള ഇക്വേഷൻ എടുത്താൽ മതി. കാരണം ഇവർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇവരുടെ വോൾട്ടേജുകൾ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പവർ വിൽ ബി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. അപ്പോൾ ഇവരിൽ ആർക്കാണ് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് അറിയണമെങ്കിൽ ഇവർക്ക് ആർക്കാണ് റെസിസ്റ്റൻസ് കുറവ് അയാൾക്കായിരിക്കും അല്ലേ. പവർ കൂടുതലാവണമെങ്കിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കണം, കുറവായിരിക്കണം. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഈ കോയിൽസിന്റെ റെസിസ്റ്റൻസ്, ഇതിൽ ആർക്കാണ് റെസിസ്റ്റൻസ് കുറവുള്ളതെന്ന് കണ്ടുപിടിച്ചാൽ അയാളായിരിക്കും നമ്മുടെ ഹീറ്റ് കൺസപ്ഷൻ കൂടുതലുള്ള കോയിൽ. ക്ലിയർ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷൻ എന്താണ്, ആർ എയുടെ ഇക്വേഷൻ. ആർ എ എന്ന് പറയുന്നത് സെയിം മെറ്റീരിയൽ ആണ്. സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് എൽ എ ബൈ എ എന്ന് കൊടുത്തു. റെസിസ്റ്റൻസ് ഓഫ് ബി is equal to LB by AB. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞത് കോയിൽസ് അവരുടെ ഡയമീറ്ററും ലെങ്ത്തും ആണ് ഡബിൾ ചെയ്യുന്നത്. അപ്പോൾ ഡയമീറ്ററിന്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ ഡയമീറ്റർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് പ്രപ്പോർഷണൽ ആയിട്ടാണ് എന്ത് വരുന്നത്, ഡയമീറ്ററിന്റെ സ്ക്വയർ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ റിലേഷനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം, LA by DAയുടെ സ്ക്വയർ. ഇയാള് LB by DBയുടെ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്, ആർ എ എന്ന് പറഞ്ഞാൽ ബിയുടെ ഡബിൾ എന്നല്ലേ പറയുന്നത്. കോയിൽ എ ഹാസ് ഡയമീറ്റർ ആൻഡ് ലെങ്ത് ഡബിൾ ദാറ്റ് ഓഫ് ബി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എനിക്ക് എന്ത് പറയാം, 2 LB ആണ് LA എന്ന് പറയുന്നത് അല്ലേ. LA എന്ന് പറയുന്നത് 2 LB ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേപോലെ DA എന്ന് പറയുന്നത് 2 dB ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് RA is equal to 2 LB ഡിവൈഡഡ് ബൈ എന്ത് പറയാം, 2 dB ഇത് സ്ക്വയർ എന്ന് പറയാം. അതായത് 2 LB by 4 dB
LB/DB സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ്? RB അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടി? RA is equal to 1/2 times of RB. അതായത് റെസിസ്റ്റൻസ് ഓഫ് എ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ബിയുടെ പകുതിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചെറുത് ആരായിരിക്കും? RA ആയിരിക്കില്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് എ വിൽ ബി ലെസ് ദാൻ റെസിസ്റ്റൻസ് ഓഫ് ബി എന്ന് കിട്ടിയില്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് കുറവുള്ള ആൾക്കായിരിക്കും എന്തുള്ളത്? നമ്മുടെ ഹീറ്റ് കൺസപ്ഷൻ കൂടുതലുള്ളത്. പാരലൽ കണക്ഷനാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ കോയിൽ എ ഈസ് ഡാഷ് ദാറ്റ് ഓഫ് കോയിൽ ബി. റെസിസ്റ്റൻസ് കോയിലേക്ക് കുറവായതുകൊണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എ വിൽ ബി മോർ ദാൻ ദാറ്റ് ഓഫ് കോയിൽ ബി എന്നല്ലേ വരാം? കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ എ മോർ ദാൻ എന്ന് വന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബാക്കി റെസിസ്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്